അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാന്തിനഗറിലുള്ള RK ദോശ ക്യാമ്പിലാണ്. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ദോശയൊക്കെ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാമിലി ദോശയുണ്ട്. ഫാമിലി ദോശ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു 4-5 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഒറ്റൊരു മസാല ദോശയാണ്. നമുക്ക് എന്തായാലും ഈ ഹോട്ടലിൽ കയറിയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ സൈഡിൽ കാണുന്നത് RK ദോശ ക്യാമ്പിലെ ഫാമിലി ദോശയാണ് ഈ കാണുന്നത്. ഫാമിലി ദോശ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഫാമിലി ദോശയ്ക്കാണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് റേറ്റ്. അപ്പം നമുക്ക് എന്തായാലും ഫാമിലി ദോശ ഒക്കെ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള. നമ്മുടെ ഇങ്ങനെ ഫാമിലി ദോശയൊക്കെ റെഡി ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്താ വലിപ്പം നോക്കി, ഒരു 3-4 പേർക്ക് കഴിക്കാൻ രീതിയിലുള്ള ഒരു ദോശയാണ്.
അപ്പം എൻ്റെ കൂടെ ഡിഷായിട്ട് ചമ്മന്തി ഉണ്ട്, അതേപോലെ തന്നെ തക്കാളി ചട്നി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പിന്നെയാണെന്നുണ്ടെങ്കിൽ ആലു ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ദോശ കാണുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. ജൂറേജ്, നീ ആദ്യമായിട്ടാണ് കാണുന്നത്? സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതും പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് ദോശ ഉണ്ടെങ്കിൽ ആദ്യമേ ഞാൻ വന്നേരം. ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നൊരു സ്ഥലമാണ് RK ദോശ ക്യാമ്പ്. ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് ഒരു 800 മീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നിങ്ങൾ ബാംഗ്ലൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഈ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് അങ്ങനെ എല്ലായിടത്തും ഈ ദോശ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം നമ്മുടെ ജുരേജ് ദോശ കൈവച്ചിരിക്കുകയാണ്. എനിക്കിഷ്ടം തക്കാളി ചമ്മന്തിയാണ്, അപ്പോൾ അതും കുറച്ചെടുക്കാം. ഇങ്ങനെയുണ്ട്. സാധാ ദോശ പോലെയാണോ അതെന്തെങ്കിലും ടേസ്റ്റ് എന്തെങ്കിലും? സാധാ ദോശ പോലെയല്ല, എന്തായാലും ഇച്ചിരി സ്പൈസിയാണ്. ഓക്കെ, സാധാ ദോശ പോലെയല്ല, അതിനേക്കാളും വ്യത്യാസമുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം കേട്ടോ. അപ്പം ഞങ്ങൾ കിടന്നും ഇരുന്നൊക്കെ കഴിച്ച് നോക്കിയിട്ടും നമുക്ക് ആകെ തീർക്കാൻ പറ്റിയത് അതെ ഇത്രയും ഭാഗമാണ് തീർക്കാൻ പറ്റിയത്. ഇനിയും കിടക്കുവാണിത് ഇത്രയും നീളത്തിൽ. സാധനം കിടുവാണ്, പക്ഷെ 2 പേർക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 4 പേര് 5 പേർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈസി സുഖമായിട്ട് കഴിച്ചു പോകാം. ഫാമിലി ദോശയാണെന്നുണ്ടെങ്കിൽ ദോശ നല്ല അടിപൊളി ദോശയാണ്. പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ദോശയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ നെയ്യും പിന്നെ കുറച്ച് പിന്നെ നെയ്യും പിന്നെ കുറച്ച് മുളക് പൊടി വെതറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സവോളയാണെങ്കിൽ കുറേ അരിഞ്ഞ് വെതറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് തന്നെ പ്രത്യേക ടേസ്റ്റാണ്, നല്ല കിട്ടുന്ന ടേസ്റ്റ്. പിന്നെ നമ്മുടെ മസാല ദോശയ്ക്ക് എന്ന് പറഞ്ഞ പോലെ മസാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ആണ് തരുന്നത്. എന്തായാലും കൊള്ളാം. ഇനി ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് വീട്ടിൽ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയി കഴിക്കണം. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ ഒരു ദോശ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ RK ദോശ ക്യാമ്പിൽ നിന്ന് വന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. This family was from 5 years. 5 years ஆச்சா? ஓகே ஓகே. அப்பா பிஸ்னஸ் 45 years. ஃபேமிலி தோசோட சேல்ஸ் எப்படி டெய்லி வந்துட்டு? டெய்லி ஒரு 20 to 50 மேலே போகும் ஃபேமிலி தோசை. ஓகே ஓகே. எல்லாம் ஃபோன் பண்ணி ஆர்டர் பண்ணோம். காலையில் இருக்கா மதியானம் மட்டுமா? 6 to 12, ഈവനിങ് 4 to 11. ഓക്കെ 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 ഓക്കെ. ഇപ്പം ഫാമിലി ദോശയാണെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണി മുതൽ 12 മണി വരെ, ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ 4 മണി മുതൽ 11 മണി വരെയാണ് ഈ ദോശ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് പോകാം. RK ദോശ ക്യാമ്പിൽ ഫാമിലി ദോശയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാം. ഇങ്ങനത്തെ കിഡ്ലൻ ട്രാവൽ വീഡിയോസുകളും ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വ്ലോഗിൽ കാണാം.